Good morning, students. Welcome to classes on development economics. Today we will be dealing with economic development, its definitions and features. First, let us focus on definitions of economic development. Economic development refers to the problems of underdeveloped countries. So, in economic development, we are dealing with the problems of underdeveloped countries. Underdeveloped countries' problems focus on economic development. As such, economic development studies the causes and cures of general poverty, backwardness, low per capita income, unemployment, etc. അപ്പം ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്? ജനറൽ പോവർട്ടി, ബാക്ക്വേർഡ്നെസ്, ലോ പെർ ക്യാപിറ്റ ഇൻകം, അൺഎംപ്ലോയ്മെൻറ്റ്, ഈ പ്രോബ്ലംസിൻ്റെ കോസസ് എന്താണ്, ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ ക്യൂർ ചെയ്യാം, ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ നമ്മൾ പഠിക്കുന്നത്. There are two main approaches regarding the definitions and concept of development economics. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഇക്കണോമിക്സിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ രണ്ട് അപ്രോച്ചസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. The two approaches are traditional or classical approach or per capita income approach, and the second approach is new or modern approach or welfare-oriented approach. അപ്പം ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ പല ഇക്കണോമിസ്റ്റുകളും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പല ഇക്കണോമിസ്റ്റുകളും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡെഫിനിഷൻസിനെയൊക്കെ രണ്ട് കാറ്റഗറി ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ആദ്യത്തെ കാറ്റഗറിയാണ് ട്രഡീഷണൽ അപ്രോച്ച്, രണ്ടാമത്തെ കാറ്റഗറിയാണ് മോഡേൺ അപ്രോച്ച്. ഫസ്റ്റ് ലെറ്റ് us focus on traditional or classical approach or per capita income approach. അപ്പം ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ട്രഡീഷണൽ ഇക്കണോമിസ്റ്റുകൾ, ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളുടെ ഡെഫിനിഷനെയാണ് നമ്മൾ ഫസ്റ്റ് കാറ്റഗറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ട്രഡീഷണൽ അപ്രോച്ച് ഓർ ക്ലാസിക്കൽ അപ്രോച്ച് ഓർ പെർ ക്യാപിറ്റ ഇൻകം അപ്രോച്ച്. സോ ഫസ്റ്റ് let us focus on G.M. Mayer's definition. G.M. Mayer has defined economic development as a process whereby real per capita income of the country increases over a long period of time. So according to G.M. Mayer, economic development is a process whereby real per capita income of a country increases over a long period of time. അപ്പോൾ G.M. മേയറിനെ സംബന്ധിച്ചിടത്തോളം ഇക്കണോമിക് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ റിയൽ പെർ ക്യാപിറ്റ ഇൻകം, കുറേ വർഷങ്ങളായിട്ട് റിയൽ പെർ ക്യാപിറ്റ ഇൻകം ആ രാജ്യത്തിൻ്റെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ റിയൽ പെർ ക്യാപിറ്റ ഇൻകം ലോങ് പീരീഡിലേക്ക് ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. സെക്കൻഡ് ഡെഫിനിഷൻ ഇസ് ഗിവൺ ബൈ പോൾ ആൽബർട്ട്. According to Paul Albert, economic development is the exploitation of all productive resources by a country in order to expand real income. അപ്പോൾ പോൾ ആൽബർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ റിയൽ ഇൻകം എക്സ്പാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ആ രാജ്യത്തുള്ള എല്ലാ പ്രൊഡക്റ്റീവ് റിസോഴ്സസും വളരെ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് ഇക്കണോമിക് ഡെവലപ്മെൻ്റ് എന്ന് പോൾ ആൽബർട്ട് പറയുന്നത്. അപ്പോൾ രാജ്യത്തുള്ള പ്രൊഡക്റ്റീവ് റിസോഴ്സസ് എല്ലാം ഉപയോഗിച്ച് ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രാജ്യം എന്താണ്, ഇക്കണോമിക്കലി ഡെവലപ്ഡ് ആണെന്നാണ് പോൾ ആൽബർട്ട് പറയുന്നത്. Another definition is given by Salvatore. According to Salvatore, economic development is a process whereby a country's real per capita, GNP or income increases over a sustained period of time through a continuing increase in per capita productivity. അപ്പോൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് സാൽവദോറിനെ സംബന്ധിച്ചിടത്തോളം ഇക്കണോമിക് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് കൺട്രിയുടെ റിയൽ പെർ ക്യാപിറ്റ ഇൻകം, GNP ഒക്കെ ലോങ് പീരീഡിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത്
ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ പ്രൊഡക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ആ രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകവും GNP ഒക്കെ ലോങ് പീരീഡിലേക്ക് ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അക്കോർഡിംഗ് ടു സാൽവദോർ. Another important economist is Paul Barron. He have defined economic development as an increase in over time in per capita output of material goods. അതായത് കൺട്രിയുടെ ഒരു ഇക്കോണമിയുടെ ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ ഗുഡ്സിൻ്റെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പോൾ ബാരൻ പറയുന്നത്. സോ ദീസ് ആർ ദി ട്രഡീഷണൽ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡെഫിനിഷൻസ്. From the above definitions, it is clear that development process is a long-term phenomenon. അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പോൾ 4 ഡെഫിനിഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു, ട്രഡീഷണൽ ഡെഫിനിഷൻസ് കണ്ടു കഴിഞ്ഞു. ഈ ട്രഡീഷണൽ ഡെഫിനിഷൻസിൽ നിന്ന് നമുക്ക് ക്ലിയർ ആകുന്ന കാര്യം, ഈ ട്രഡീഷണൽ അപ്രോച്ചിലെ ഇക്കണോമിസ്റ്റുകൾ ഡെവലപ്മെൻറ്റിനെ ലോങ് ടേം ഫിനോമിനനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ലോങ് ടേമിലേക്ക് GDP ഇൻക്രീസ് ചെയ്യുന്നു, കുറേ നാളുകളായിട്ട് GDP ഇൻക്രീസ് ചെയ്യുന്നു, റിയൽ പെർ ക്യാപിറ്റ ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയുള്ള രാജ്യങ്ങളാണ് ഡെവലപ്ഡ് രാജ്യങ്ങളായിട്ട് ഇത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രഡീഷണൽ ഡെഫിനിഷൻസ് വെച്ച് നോക്കുമ്പോൾ ഡെവലപ്മെൻറ്റ് ഇസ് എ ലോങ് ടേം ഫിനോമിനൻ. വി കൻ കൺക്ലൂഡ് ദാറ്റ് ഡെവലപ്മെൻറ്റ് ഇസ് എ ലോങ് ടേം ഫിനോമിനൻ. ഡെവലപ്മെൻറ്റ് പ്രോസസ് മീൻസ് ലോങ് ടേം ചേഞ്ചസ് ഇൻ ദി ഇക്കോണമി. ഇക്കോണമിയിൽ ലോങ് ടേം ചേഞ്ചസ് ഉണ്ടാകുന്നതാണ് ഡെവലപ്മെൻറ്റ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് ടു ഇൻക്രീസ് പെർ ക്യാപിറ്റ ഇൻകം. ഈ എല്ലാ ഡെഫിനിഷൻസിലും പെർ ക്യാപിറ്റ ഇൻകത്തെയും GNPനെയൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകമാണ്, ഇൻകത്തിൻ്റെ ഇൻക്രീസ് ആണ്. സോ വി കൻ കൺക്ലൂഡ് ദാറ്റ് traditional approach or classical approach or per capita income approach says that development is a long-term phenomenon and development process is long-term changes in the economy, and the main objective of development according to traditional approach is increase in per capita income. പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുക, ലോങ് ടേം ചേഞ്ചസ് ഇക്കോണമിയിൽ കൊണ്ടുവരിക, ഇതൊക്കെയാണ് ഡെവലപ്മെൻ്റ് എന്ന ട്രഡീഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ ട്രഡീഷണൽ എക്കണോമിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത്. Now let us move on to criticisms of ട്രഡീഷണൽ അപ്രോച്ച്. ട്രഡീഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ ക്ലാസിക്കൽ അപ്രോച്ച്, അതിൻ്റെ ക്രിറ്റിസിസംസ്. ഫസ്റ്റ് ക്രിറ്റിസിസം, change in per capita income is not a true measure of development. But per capita ഇൻകത്തിലുള്ള മാറ്റം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചേഞ്ച് ഇൻ പെർ ക്യാപിറ്റ ഇൻകം ഇസ് നോട്ട് എ ട്രൂ മെഷർ ഓഫ് ഡെവലപ്മെൻറ്റ്. സെക്കൻഡ് ക്രിറ്റിസിസം ഇസ് ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം ഇസ് നോട്ട് an index of increase in standard of living. പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു ഇൻഡെക്സ് അല്ല ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം മെഷർ ചെയ്തുകൊണ്ട് ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. തേർഡ് ക്രിറ്റിസിസം ഈസ് ദി ട്രഡീഷണൽ ഡെഫിനിഷൻസ് ആർ നാരോ ഡെഫിനിഷൻസ്. വളരെ നാരോ ആയിട്ടുള്ള ഡെഫിനിഷൻസാണ്. ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ ഇൻക്രീസ് ചെയ്യുന്നു, അതൊക്കെ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത്. അപ്പം വളരെ നാരോ ആയിട്ട് GNPനെയും റിയൽ പെർ ക്യാപിറ്റ ഇൻകത്തെ മാത്രം ചുറ്റിപ്പറ്റിയുള്ള ഡെഫിനിഷനാണ് ട്രഡീഷണൽ ഡെഫിനിഷൻസ്. സോ ദീസ് ഡെഫിനിഷൻസ് ആർ നാരോ ഡെഫിനിഷൻസ്. ആൻഡ് ട്രഡീഷണൽ ഡെഫിനിഷൻസ് ignored economic welfare aspect. Economic welfare aspect ignore ചെയ്തുകൊണ്ടുള്ള ഡെഫിനിഷനാണ് ട്രഡീഷണൽ ഡെഫിനിഷൻസ്. So these are the criticisms of traditional approach or classical approach or per capita income approach. അപ്പോൾ ആദ്യത്തെ ഡെഫിനിഷൻസിൻ്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ട്രഡീഷണൽ ഓർ ക്ലാസിക്കൽ ഓർ പെർ ക്യാപിറ്റ ഇൻകം അപ്രോച്ച്. അതിനൊരുപാട് ക്രിറ്റിസിസംസ് ഉണ്ട്. അത് വളരെ നാരോ ആയിട്ടുള്ള ഡെഫിനിഷനാണ് ആ അപ്രോച്ചിൽ വരുന്നത്. Now let us focus on new or modern approach or welfare-oriented approach. ഇപ്പോൾ സെക്കൻഡ് കാറ്റഗറി ഓഫ് ഡെഫിനിഷൻസ് ന്യൂ അപ്രോച്ച് അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ച് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് അടുത്ത കുറേ ഡെഫിനിഷൻസ് വരുന്നത്. കുറച്ചും കൂടി ബ്രോഡായിട്ട് കുറച്ചുകൂടി വെൽഫെയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസാണ് സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത്.
Bernard Ocon and Richard W. Richardson has explained that economic development as a sustained secular improvement in well-being, which may be considered to be reflected in an increasing flow of goods and services. Economic development, according to Bernard Ocon and Richard W. Richardson, economic development എന്ന് പറയുന്നത് എന്താണ്? സെക്യുലർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ വെൽബീയിങ് ആണ്. ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ആളുകളുടെ വെൽബീയിങ്ങിൽ ഉണ്ടാകുന്ന ഒരു സെക്യുലാർ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സസ്റ്റെയിൻഡ്, സെക്യുലാർ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആണ് സെക്യുലാറിൻ്റെ അർത്ഥം. അപ്പം ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ ഉണ്ടാകുന്ന ലോങ് ടേം സസ്റ്റെയിൻഡ് ഇമ്പ്രൂവ്മെൻറ്റിനെയാണ് ഇക്കണോമിക് ഡെവലപ്മെൻ്റ് എന്ന് ബെർണാഡ് ഓക്കോൺ പറയുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഫ്ലോ മാത്രമല്ല, അദ്ദേഹം എന്താണ് ആളുകളുടെ വെൽബീയിങ്, ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനുള്ള ഇമ്പ്രൂവ്മെൻറ്റിനെയും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഡെഫിനേഷൻ എന്താണ് മോഡേൺ അപ്രോച്ചിലാണ് വരുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻ ഇസ് ഗിവൺ ബൈ C.P. Kindleberger. C.P. Kindleberger defined economic development implies both more output and changes in technical and constitutional arrangements by which it is produced. അപ്പോൾ കിൻഡൽബർഗറിനെ സംബന്ധിച്ചിടത്തോളം ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? മോർ ഔട്ട്പുട്ട്, കൂടുതൽ ഔട്ട്പുട്ട്, അതുപോലെ തന്നെ ഈ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സിലുള്ള ചേഞ്ച്. അപ്പോൾ കൂടുതൽ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് കാര്യമില്ല, ആ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് ആർക്ക് ബെനിഫിറ്റ് കിട്ടുന്നു? ഇൻക്രീസ് ചെയ്ത ഔട്ട്പുട്ട് കൊണ്ട് ആരാണ് ബെനിഫിറ്റഡ് ആകുന്നത്? ഉൽപ്പാദിപ്പിക്കുന്നവരാണോ, പാവപ്പെട്ടവരൊക്കെയാണോ ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നത്? അതിന് കിൻഡൽബർഗർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കൂടുതൽ ഔട്ട്പുട്ട്, അതോടൊപ്പം തന്നെ എന്താണ് ഈ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ടെക്നിക്കൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സിൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്കൂടെ ബെനിഫിറ്റഡ് ആകുന്ന രീതിയിൽ ഉള്ള അറേഞ്ച്മെൻറ്റ്സ് ടെക്നിക്കൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സിൽ ചേഞ്ചസ് ഉണ്ടായി പാവപ്പെട്ടവർക്കും കൂടി ബെനിഫിഷ്യൽ ആകുന്ന രീതിയിൽ ഉള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും പ്ലസ് ഔട്ട്പുട്ടും കൂടിയാണ്, ഇൻക്രീസ്ഡ് ഔട്ട്പുട്ടും കൂടിയാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് കിൻഡൽബർഗർ പറയുന്നത്. Another important definition is given by United Nations Expert Committee. They defined economic development as it is concerned not only man's material needs but also improvement of social condition of his life. അപ്പോൾ ആളുകളുടെ മെറ്റീരിയൽ നീഡ്സിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതല്ല ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആളുകളുടെ സോഷ്യൽ കണ്ടീഷൻസും കൂടി ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ആളുകളുടെ സോഷ്യൽ കണ്ടീഷൻസിനും കൂടി ഫോക്കസ് കൊടുക്കുന്ന, സോഷ്യൽ സ്റ്റാറ്റസും സോഷ്യൽ കണ്ടീഷൻസിനെയും കൂടി ഇമ്പ്രൂവ് ചെയ്യത്തക്ക രീതിയിൽ അതിനും കൂടി ഫോക്കസ് കൊടുക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഡെവലപ്മെൻറ്റ് എന്ന് യുണൈറ്റഡ് നേഷൻസ് എക്സ്പെർട്ട് കമ്മിറ്റി ഡിഫൈൻ ചെയ്യുന്നു. So we can say that development is therefore not only economic growth but growth plus change in social, cultural, institutional and economic changes. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇക്കണോമിക് ഗ്രോത്ത് അല്ല, ജസ്റ്റ് GNP ഇൻക്രീസ് ചെയ്യുന്നതല്ല ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഗ്രോത്ത് പ്ലസ് ചേഞ്ച് ആണ്, ചേഞ്ച് ഇൻ സോഷ്യൽ, കൾച്ചറൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഇക്കണോമിക് ചേഞ്ചസ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് വേണം, ഗ്രോത്തിൻ്റെ കൂടെ സോഷ്യൽ, കൾച്ചറൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, ഇക്കണോമിക് ചേഞ്ചസും കൂടെ വരുമ്പോഴാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആകുന്നത്. സോ ഡെവലപ്മെൻറ്റ് ഈസ് എ വാസ്റ്റ് കൺസെപ്റ്റ്, ഇറ്റ് ഇസ് എ വൈഡ് കൺസെപ്റ്റ്, ബ്രോഡ് കൺസെപ്റ്റാണ്. ഗ്രോത്ത് പോലെ ഒരു നാരോ കൺസെപ്റ്റ് അല്ല. അതുകൊണ്ടാണ് മോഡേൺ ഇക്കണോമിസ്റ്റുകൾ കിൻഡൽബർഗറും ബെർണാഡ് ഓക്കണും ഒക്കെ വളരെ ബ്രോഡായിട്ടുള്ള ഡെഫിനിഷൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഡെഫിനിഷൻസിനെ മോഡേൺ അപ്രോച്ച്, വെൽഫെയർ ഓറിയൻറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു ഡിവിഷനിൽ പെടുത്തിയിരിക്കുന്നത്. അവർ രണ്ട് രീതിയിൽ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റിന്. എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ഈസ് ട്രഡീഷണൽ ഓർ ക്ലാസിക്കൽ അപ്രോച്ച് ഓർ പെർ ക്യാപിറ്റ ഇൻകം അപ്രോച്ച്. സെക്കൻഡ് അപ്രോച്ച് ഈസ് ന്യൂ മോഡേൺ ഓർ വെൽഫെയർ ഓറിയൻറ്റഡ് അപ്രോച്ച്. അപ്പോൾ ന്യൂ മോഡേൺ വെൽഫെയർ ഓറിയൻറ്റഡ് അപ്രോച്ചിലാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഹ്യൂമൻ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും സോഷ്യൽ കണ്ടീഷൻസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ അത്യാവശ്യം എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്തുകൊണ്ടുള്ള ഡെഫിനേഷൻസാണ് ന്യൂ മോഡേൺ അല്ലെങ്കിൽ വെൽഫെയർ ഓറിയൻറ്റഡ് അപ്രോച്ചിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. Now let us focus on the features of
economic development. So from the definitions given by different economists, we can find features of economic development. So there are 6 important features of economic development. First feature is economic development is a dynamic process. Economic development is a dynamic process. Second feature is it is long-term phenomenon. Economic development is a long-term phenomenon. It is a secular or long-term change in the economy. So it is a long-term phenomenon. Third feature is it is measured by real per capita income. So according to traditional economists, economic development can be measured by real per capita income, using real per capita income. So that is another important feature of economic development. Yet another feature of economic development is that it is both quantitative and qualitative improvement in development variables. അപ്പോൾ economic development എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസിലും ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിലും ചേഞ്ചസ് ഉണ്ടാകുന്നതാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എന്താണ് GNP, GDP, റിയൽ പെർ ക്യാപിറ്റ ഇൻകത്തിൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. അത് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് ആണ്. ക്വാളിറ്റേറ്റീവ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ആളുകളുടെ ലിറ്ററസി, ആളുകളുടെ ഹെൽത്ത് കണ്ടീഷൻസിൽ ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ആണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് വേരിയബിൾസായ ക്വാണ്ടിറ്റേറ്റീവ് ഡെവലപ്മെൻറ്റ് വേരിയബിൾസിനും ക്വാളിറ്റേറ്റീവ് ഡെവലപ്മെൻറ്റ് വേരിയബിൾസിനും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നതിനെയാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഡെവലപ്മെൻറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആണ് അടുത്ത ഫീച്ചർ. അതായത് GDP, GNP ഉണ്ടായാൽ കൂടിയാൽ പോരാ, ആ GDPയും GNPയും അല്ലെങ്കിൽ ആ നാഷണൽ ഇൻകം വളരെ ഇക്വിറ്റബിളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പം ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസിനാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ പ്രാധാന്യം കൊടുക്കുന്നത്. ലാസ്റ്റ് ഫീച്ചർ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇസ് ഇറ്റ് ഈസ് ഹ്യൂമൻ അപ്രോച്ച്. ഹ്യൂമൻ അപ്രോച്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് മോഡേൺ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ അപ്രോച്ചാണ്. ഇൻഹ്യൂമൻ എലമെൻസിൽ നിന്ന് ആളുകളുടെ അവസ്ഥയെ എങ്ങനെ ആളുകളെ മുമ്പോട്ട് കൊണ്ടുവരാം എന്നാണ് ഈ ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇൻഹ്യൂമൻ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി, ഇതൊക്കെ ഇൻഹ്യൂമൻ എലമെൻറ്റ്സ് ആണ്. ഈ അവസ്ഥയിൽ നിന്ന് ആളുകളെ എങ്ങനെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ അപ്രോച്ചാണ്. സോ there are different features of economic development. First is economic development is a dynamic process. It is a long-term phenomenon. It can be measured using real per capita income. Development refers to both quantitative and qualitative improvements in development variables. Economic development focuses on distributive justice and it is considered as a human approach. So these are the features of economic development. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻസും അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സുമാണ് പഠിച്ചത്. I hope this class was clear for you. Have a nice day. Thank you.